ഹായ്, നമ്മളിന്ന് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് പ്രൊജക്ഷൻ ഓഫ് കോൺ. ഇവിടെ പ്രൊജക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിനകത്ത് പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ഫ്രസ്റ്റം ഓഫ് കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 50 mm. അതായത് ഒരു കോണിന്റെ ഫ്രസ്റ്റം, അതായത് ഒരു കോണിന്റെ മോൾ ഭാഗത്തെ വെട്ടിക്കൊണ്ടിട്ടുള്ള ബാക്കി താഴത്തെ ആ പോർഷൻ, അതിന്റെ ബേസ് ഡയമീറ്റർ 50 മില്ലിമീറ്റർ ആണ്. ഇനി ടോപ്പ് ഡയമീറ്റർ 30 mm. അതിന്റെ ടോപ്പിന്റെ ഡയമീറ്റർ 30 മില്ലിമീറ്റർ ആണ്. ആൻഡ് ഹൈറ്റ് 40 മില്ലിമീറ്റർ. അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 40 മില്ലിമീറ്റർ. ഞാൻ ഒരു ഫ്രസ്റ്റം വരയ്ക്കാൻ പോവാണ്. ഒരു ഫ്രസ്റ്റം വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ഫ്രസ്റ്റം. ഇതിന്റെ ബോട്ടം ഡയമീറ്റർ എത്രയാണ്? ബേസ് ഡയമീറ്റർ 50 mm ആണ്. അതുപോലെ തന്നെ ടോപ്പ് ഡയമീറ്റർ 30 mm ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഹൈറ്റ് ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡയമീറ്ററുകളുടെയും ഈ രണ്ട് സർക്കുലർ ഏരിയകളുടെയും സെന്ററിൽ നിന്നും നമ്മൾ ജോയിൻ ചെയ്യുന്ന ആ ആക്സിസ് ആണ്. ആ ആക്സിസിന്റെ ഹൈറ്റ് 40 mm എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഒന്നാമത്തെ ക്വാഡ്രന്റിലാണ് ഈ വസ്തു വെച്ചിരിക്കുന്നത്. ഈ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഒന്നാമത്തെ ക്വാഡ്രന്റ് ആണ്. നോക്കി, ഇവിടെ ഞാൻ ഒന്നാമത്തെ ക്വാഡ്രന്റ് വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒന്നാമത്തെ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് എക്സ് ആക്സിസ് ആയിട്ട് എടുക്കാം, ഇതിനെ നമുക്ക് വൈ ആക്സിസ് ആയിട്ട് എടുക്കാം, ഇതിനെ ഇസഡ് ആക്സിസ് ആയിട്ട് എടുക്കാം. അപ്പൊ നോക്കിയേ, ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആക്സിസ് കൂടിയതാണ്? എക്സ് വൈ ആക്സിസ് കൂടിയതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. എക്സും വൈയും ആക്സിസ് കൂടിയതാണ് എന്താണ്? ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇനി വെർട്ടിക്കൽ പ്ലെയിനോ? ഇതാണ് വെർട്ടിക്കൽ പ്ലെയിൻ. ഏതൊക്കെ കൂടിയതാണ്? ഇസഡും എക്സും കൂടിയതാണ് വെർട്ടിക്കൽ പ്ലെയിൻ. ഇനി നമുക്ക് ഇവിടെ ഒരു പ്ലെയിൻ കൂടി നമ്മൾ വരയ്ക്കാൻ തുടങ്ങണമെങ്കിൽ നമുക്കൊരു പ്രൊഫൈൽ പ്ലെയിൻ കൂടി ആവശ്യമുണ്ട്. ആ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡ് ആണ്. അത് വൈ ഇസഡ് പ്ലെയിൻ ആണ്. അത് നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി നമുക്ക് ഫസ്റ്റ് വീണ്ടും വരാം. ഫസ്റ്റ് ക്വാഡ്രന്റ്, ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഈ ഒബ്ജക്റ്റ് നമ്മൾ വെച്ചേക്കുന്നത്. ഇനി such that its axis is parallel to both horizontal plane and vertical plane. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കാത്തതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വെച്ചിരിക്കുന്നത് മാത്രമല്ല, ഇതിന്റെ ആക്സിസ് എങ്ങനെയാണ്? ഇതിന്റെ ആക്സിസ് വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും പാരലൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും പാരലൽ ആണ് ഇതിന്റെ ആക്സിസ് വരുന്നതെങ്കിൽ ഇതാണല്ലോ ഇതിന്റെ ആക്സിസ്. ഇത് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, അല്ലേ? അപ്പൊ നോക്കി, ഈ ആക്സിസ് ഇതിന് പാരലലാണ്. ഈ ആക്സിസിന്റെ ലൈനും ഇതേ വരയ്ക്കാൻ പറ്റുന്ന ഒരു ലൈനും പരസ്പരം പാരലല്ല. അതേപോലെ തന്നെ ഈ ആക്സിസും ഇതേ വരയ്ക്കാൻ പറ്റുന്ന ഒരു ലൈനും പരസ്പരം പാരലലാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നോക്കിക്കേ, ഈ ഫ്രസ്റ്റം നമ്മളിവിടെ വെച്ചേക്കാണ്. ആ ഫ്രസ്റ്റത്തിന്റെ ആക്സിസ് രണ്ട് പ്ലെയിനുകൾക്കും, വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും പാരലലാണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി പറയാണ് if its axis is 35 mm above horizontal plane. ഇതിന്റെ ആക്സിസ് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും 35 മില്ലിമീറ്റർ മുകളിലാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമുക്കുള്ള ഇൻഫർമേഷൻസ് ആണ്. അതായത് ഈ ആക്സിസ് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും 35 മില്ലിമീറ്റർ above ആണ്. And the base is on the right hand side of the observer. ഇതിന്റെ ബേസ് പറഞ്ഞ വലിയ ഭാഗം അല്ലേ, അത് ഒബ്സർവറിന്റെ റൈറ്റ് ഹാൻഡ്. അപ്പൊ നമ്മൾ വരച്ചതിനകത്ത് ചെറിയൊരു മാറ്റമുണ്ട്. എന്താ മാറ്റം? ആ ബേസ് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞിരുന്നേ? ബേസ് വന്നിരിക്കുന്നത് ഈ ഒബ്സർവറിന്റെ റൈറ്റ് സൈഡ് ആണോ? ഇങ്ങനെയാണ് ആക്സിസ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇരിക്കുന്നതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം കേട്ടോ. നമുക്ക് ഇത്രയൊക്കെ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇതിനെ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഓക്കെ, നോക്കിക്കേ. ഇവിടെ ഈ ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് നമ്മൾ ഇതിനെ ഒബ്സർവ് ചെയ്യും. ഇവിടുന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് ഏതാണ്? ആദ്യം കാണുന്നത് അതിന്റെ ബേസ് ആണ്, അല്ലെ? ബേസ് ഏരിയ ആണ്, അല്ലെ? അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതിന്റെ ടോപ്പ് ഏരിയ ഉണ്ട്. ശരിയാണല്ലോ? ആദ്യം നമ്മൾ ഇവിടുന്ന് കാണുന്ന ഈ ഫിഗറിനെ നമുക്ക് ഏത് ക്വാഡ്രന്റിൽ വരയ്ക്കാം? Y Z
അതായത് y z എന്ന് പറഞ്ഞ ഈ ക്വാഡ്രന്റിൽ വരയ്ക്കും. അപ്പോൾ ഫസ്റ്റ് ഇനിഷ്യലി നമ്മൾ വരയ്ക്കാൻ തുടങ്ങുന്നത് അതിന്റെ ബേസിൽ നിന്ന് കാണുന്ന ആ ഫിഗറാണ്. അപ്പൊ നമുക്ക് കോമ്പസിനകത്ത് നമുക്ക് എന്താണ് ആദ്യം നമുക്ക് അതിന്റെ ടോപ്പ് ഡയമീറ്റർ വരയ്ക്കാം അല്ലേ. ടോപ്പിനെ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. its axis is 35 mm above horizontal plane. അതായത് നമ്മൾ വരയ്ക്കാൻ പോകുന്നതിന്റെ സെന്റർ ആണ് അല്ലേ. രണ്ട് സെന്ററുകളും കൂടി യോജിക്കുന്ന ലൈനിലെ ആക്സിസ്. ഈ ആക്സിസ് ഈ പ്ലെയിനിൽ നിന്നും ഇതാണ് വെർട്ടിക്കൽ പ്ലെയിൻ. ഇതിനെ വെർട്ടിക്കൽ പ്ലെയിനെ താത്തി വെച്ചേക്കുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനെ താത്തി വെച്ചേക്കുന്നത്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 35 മില്ലിമീറ്റർ മോളിൽ നമ്മൾ ഡോട്ട് ഉണ്ടാവും. ഇതാണ് എത്രയാണ് 35 mm മോളിൽ നമ്മളൊരു പോയിന്റ് കണ്ടുപിടിക്കണം കേട്ടോ. സ്കെയിൽ വെച്ച് അളന്ന് 35 mm മോളിൽ പോയിന്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് അതിന്റെ ബേസിനെ വരയ്ക്കാം. ബേസ് 50 mm ഡയമീറ്റർ, അതായത് 25 mm റേഡിയസ് ഉള്ള ബേസ് നമുക്ക് വരച്ചു. ഓക്കെ, അടുത്ത നമുക്ക് എന്താ വേണ്ടേ, 30 mm ഡയമീറ്റർ ഉള്ള ടോപ്പിനെ വരയ്ക്കണം അല്ലേ. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോ നമ്മൾ ബേസിനെ ഡയറക്റ്റ് കാണുന്നു അല്ലേ. ഇൻഡയറക്ട്ലി ഇവിടെ ആരെയും കാണുന്നുണ്ട്, ടോപ്പിനെയും കാണുന്നുണ്ട്. ശരിയല്ലേ. അപ്പൊ നമുക്ക് ആ ടോപ്പിനെ വരയ്ക്കാം. എത്രയാണത്, 30 mm. അപ്പൊ അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും, റേഡിയസ് 15 mm. അപ്പൊ 15 mm റേഡിയസ് ഉള്ള ഒരു സർക്കിളും കൂടി നമ്മൾ അകത്ത് വരച്ചു. ഓക്കെ, ഇപ്പോ നമ്മള് ഈ സൈഡിൽ നിന്നും ഒരു ഒബ്സർവർ നോക്കിക്കഴിഞ്ഞാൽ അതിനെ കാണുന്ന ഡയറക്റ്റ് കാണുന്ന ബേസും ഇൻഡയറക്ട്ലി നമുക്ക് കാണാൻ പറ്റുന്ന അതിന്റെ ടോപ്പുമാണ് രണ്ട് ഏരിയകൾ നമ്മൾ വരച്ചു അല്ലേ. ഇനി അടുത്ത എന്താണ്, അടുത്ത് നമുക്ക് ഇതിനെ പ്രൊജക്ട് ചെയ്യാം. എങ്ങോട്ട് പ്രൊജക്ട് ചെയ്യാം, നമുക്ക് ഇതിനെ വെർട്ടിക്കൽ പ്ലെയിനിൽ എന്ത് കാണുന്നു അതാണ് ആദ്യം നമുക്ക് വരയ്ക്കാൻ. വെർട്ടിക്കൽ പ്ലെയിൻ കാണുമ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഇതിന്റെ സെന്ററിൽ നിന്നും ഒരു ലൈൻ, അത് സെൻട്രൽ ലൈൻ ആണ്. ആ സെൻട്രൽ ലൈൻ നമുക്ക് അങ്ങോട്ട് പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, സെൻട്രൽ ലൈൻ വരച്ചു. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ വലിയ ഏരിയ നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെ ഇരിക്കുന്നത് അല്ലേ. അപ്പൊ വലിയ ഏരിയ റൈറ്റ് സൈഡിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 50 mm ഉള്ള, ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അതിനെ കാണുന്നത് ഒരു ലംബകം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താ ഒരു ട്രപ്പീസിയത്തിന്റെ ഫോമിലായിരിക്കും കാണുന്നത്. അപ്പൊ അതിന്റെ ഈ ഡയമീറ്ററിനെ നമ്മൾ സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഒരു ലൈൻ ആയിട്ട് മാത്രമേ ഡയമീറ്റർ വരയ്ക്കാൻ പറ്റുള്ളൂ. അതിനെ ആദ്യം ഇവിടെ വരയ്ക്കുകയാണ് 50 mm ഉള്ള ഇതിന്റെ അതേ ഡയമീറ്റർ തന്നെ. അങ്ങനെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇതിന്റെ ഔട്ടർ ഏരിയയിൽ നിന്നും ഇന്നർ ഏരിയയിന്റെയും ഔട്ട്ലൈനിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യണം, പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കണം. അപ്പൊ അത് പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കാൻ പോകും. പ്രൊജക്ഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ തിൻ ലൈൻ ആയിരിക്കും. ഓക്കെ, നമ്മൾ ആദ്യം വരയ്ക്കുന്നതിന്റെ ഔട്ടർ സർഫസ് അല്ലെങ്കിൽ ബേസിനെയാണ് വരയ്ക്കുന്നത്. ബേസിനെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ കാണാം, നമുക്ക് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെ ഒരു ലൈൻ മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ ഒരു ലൈൻ മാത്രമായിട്ട് നമുക്ക് ബേസിനെ കാണാൻ പറ്റും. ഇനി നോക്കിക്കേ, ഈ സൈഡിനെയാണ് നമ്മൾ എടുത്ത് കാണുന്നത്, ഈ സൈഡ് അല്ലേ. അത് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ഹൈറ്റ് 40 mm ആണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് അതിന്റെ ഹൈറ്റ് ആയിട്ടുള്ള 40 mm നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഹൈറ്റ് 40 mm കണ്ടുപിടിച്ചു. ആ ഹൈറ്റ് കഴിഞ്ഞിട്ട് അതിന്റെ ടോപ്പ് ഡയമീറ്റർ ആണ് നമ്മുടെ സൈഡിൽ നിന്ന് കാണുന്നത്.
കാണിക്കില്ല, പക്ഷേങ്കിൽ നമ്മൾ അതിന്റെ ടോപ്പ് ഡയമീറ്റർ നമ്മൾ ഇതിന്റെ ബേസിനകത്ത് നമ്മൾ വരച്ചു. അടുത്ത എന്താണ് നമ്മൾ അതിന്റെ ടോപ്പിനാണ്. ഓക്കെ, ഇനി എന്താ നമ്മൾ ശരിക്കും കാണുന്നത് എന്താണ്? ബേസ് കാണുന്നില്ല, ടോപ്പ് കാണുന്നില്ല, നമ്മൾ സൈഡിൽ നിന്നല്ല ഇതിനെ നോക്കുന്നത്. കാരണം എന്താ? ആക്സിസ് പാരലൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിന്റെ വെർട്ടിക്കൽ പ്ലെയിനിലെ പ്രൊജക്ഷൻ. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ, അതായത് മുകളിൽ നിന്ന് ഒരു ഒബ്സർവർ നോക്കി കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇത് എങ്ങനെ വരും എന്നതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത അതേ പ്രൊസീജിയർ, ഇപ്പോൾ പ്രൊജക്ഷൻ ലൈൻ വരച്ചെന്ന് പറഞ്ഞല്ലോ, അതേ പ്രൊജക്ഷൻ ലൈനുകൾ നമുക്ക് താഴേക്ക് വരയ്ക്കാം. സെൻട്രൽ ലൈനാണ്. ഇത് പ്രൊജക്ഷനിലാണ്. തിൻ ലൈൻസ് ആയിരുന്നു പറയുന്നത്. നമുക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കാണാൻ പറ്റും, അത്ര മാത്രം മതി. അങ്ങനെ തിൻ ലൈൻ ഉപയോഗിച്ച് വരയ്ക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രോയിങ് കാണാൻ വളരെ ബോറായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? താഴേക്ക് പ്രൊജക്ഷൻ ലൈൻ വരച്ചു. ഈ പ്രൊജക്ഷൻ ലൈൻ ഒക്കെ വരയ്ക്കാനായിട്ട് 2H-ന്റെ പെൻസിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് 2H-ന്റെ പെൻസിൽ ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ട് മാത്രമേ നമുക്ക് അതിനകത്ത് ഫിഗറിനകത്ത് കിട്ടും. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്ക് ഇവിടെ ഇത്രയും മതി, ഇവിടെ വരെ മതി. ഇവിടെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ എല്ലാം പ്രൊജക്ഷൻ ഈ പ്ലെയിനെ വരണം അല്ലെ. ആ പ്രൊജക്ഷൻ വരാനായിട്ട് മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇതിന്റെ കോർഡിനേറ്റിൽ നിന്നും എന്ത് ചെയ്യണം? നമ്മള് ഓരോ പ്രൊജക്ഷൻ ലൈനിൽ നിന്നും എന്ത് ചെയ്യണം? ഇതേപോലെ ആർക്കുകൾ വരയ്ക്കുക. അടുത്ത വീണ്ടും എന്ത് ചെയ്യണം? അടുത്ത പോയിന്റിൽ നിന്നും ആർക്കുകൾ വരയ്ക്കുക. കണ്ടോ? അടുത്ത പോയിന്റിൽ നിന്നും പ്രൊജക്ഷൻ വരയ്ക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആർക്ക് വരയ്ക്കുക. ഇനി വീണ്ടും അടുത്ത പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ആർക്ക് വരയ്ക്കാം. ഈ ലാസ്റ്റത്തെ പ്രൊജക്ഷൻ ലൈനിന്റെ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങോട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചിരിക്കുന്ന പ്രൊജക്ഷൻ തന്നെ ഇവിടെ നമ്മൾ കർവ്ഡ് ലൈൻ ആയിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കണം. ഈ ക്വാഡ്രന്റിലേക്ക്, ഈ ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കാണിക്കാനുള്ള XY ആക്സിസിന്റെ, ഇത് Y ആക്സിസ് ആണ് കേട്ടോ, XY ആക്സിസിന്റെ ക്വാഡ്രന്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നേരെ ലൈൻസ് ആയിട്ട്, ഹൊറിസോണ്ടൽ ലൈൻസ് ആയിട്ട് ഇവിടെ വരയ്ക്കാം. ഓക്കെ, ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോകണേ. നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആക്കാൻ പോവാം. ഇനി എന്താണ്? നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെയാണ് ബേസ് വരുന്നത് അല്ലെ. റൈറ്റ് സൈഡിൽ തന്നെയാണ് ബേസ് വരുന്നത്, ലെഫ്റ്റ് സൈഡിലാണ് ടോപ്പ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആ റൈറ്റ് സൈഡിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോഴും റൈറ്റ് സൈഡിന്റെ ഈ ബേസ് ഏരിയയോ ടോപ്പ് ഏരിയയോ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പിന്നെ എന്തിനെ മാത്രമാണ് കാണുന്നത്? ഈ കർവ്ഡ് ഏരിയയെ മാത്രമേ കാണുള്ളൂ അല്ലെ. ആ കർവ്ഡ് ഏരിയയുടെ പ്രൊജക്ഷൻ നമ്മൾ ഒരു പ്ലെയിനിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് എന്താ? ഇതേപോലെ തന്നെ കിട്ടുമോ? ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിന് നേരെ ഇതെന്താ ശരിക്കും? ഈ ഔട്ടർ സർക്കിളിന്റെ സൈഡ് വ്യൂ ആണ് ഈ പറഞ്ഞത്, അല്ലെങ്കിൽ ഔട്ടർ ഏരിയയുടെ സൈഡ് വ്യൂ ആണ് വെച്ചത്. ഇനി അതുപോലെ തന്നെ 40 mm ഇങ്ങോട്ട് വരച്ചു, അല്ലെങ്കിൽ 40 mm നമ്മൾ എടുത്തിട്ട് ആ 40 mm ൽ നിന്നും ചെയ്യാം ടോപ്പ് ഏരിയനെ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? നേരത്തെ പോലെ
അതിന്റെ എഡ്ജുകളെ ജോയിൻ ചെയ്യും. ഓക്കെ, ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. ഇത്രയായി കഴിഞ്ഞാൽ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നമ്മുടെ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഇവിടെ കംപ്ലീറ്റ് ആണ് നമ്മൾ കാണിക്കണം. സ്പെസിഫിക്കേഷൻ കംപ്ലീറ്റ് ആണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഡയമെൻഷൻ നടത്തണം. എന്ത് ചെയ്യണം? നമുക്ക് അതിന്റെ ഡയമെൻഷൻ നടത്തണം. എന്തൊക്കെ ഡയമെൻഷൻ നടത്താൻ വേണ്ടത്? എന്തൊക്കെ ഡയമെൻഷൻ നടത്താൻ വേണ്ടത്? ഇതിന്റെ ഡയമീറ്റർ 50 mm ആണെന്ന് അറിയണം. അതുപോലെ തന്നെ എന്താണ് അടുത്ത നമുക്ക് അറിയേണ്ടത്? ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ ഈ എൻഡിൽ നിന്നും ഇതിന്റെ ആക്സിസിലേക്കുള്ള ദൂരം 35 mm ആണെന്ന് നമുക്ക് ഇവിടെ കാണിക്കാം. ആദ്യം ചെയ്യാം. അതായത് ഇത് എത്രയാണ്? 35 mm. കണ്ടോ? ആക്സിസ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് 35 mm മുകളിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞത് അല്ലേ? അത് പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഡയമീറ്റർ എത്രയാണ്? ഔട്ടർ ഡയമീറ്റർ എത്രയാണ്? ഔട്ടർ ഡയമീറ്റർ 50 mm ആണ് അല്ലേ? ഇനി ഇന്നർ ഡയമീറ്റർ നമുക്ക് എവിടെ വേണമെങ്കിലും കാണിക്കാം കേട്ടോ. ഇന്നർ ഡയമീറ്റർ നമുക്ക് ഇവിടെ കാണിക്കാം. എത്രയാണത്? എത്രയാണ്? 30 mm ആണ്. ഇന്നർ ഡയമീറ്റർ 30 mm ആണ്. ഇനി എന്നാ നമുക്ക് കാണിക്കാൻ പറ്റുന്നത്? അതുപോലെ തന്നെ എന്ത് വേണം? നമുക്ക് യൂണിറ്റ് വേണം അല്ലേ? അതിന്റെ ഹൈറ്റിനെ നമുക്ക് കാണിക്കണം. ഹൈറ്റിനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഒരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കണം. ഇവിടുന്ന് പ്രൊജക്ഷൻ ലൈൻ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഹൈറ്റിനെ കാണിക്കണം. ആ ഹൈറ്റ് എത്രയാണ്? 40 mm. അപ്പൊ ഇത്രയും നമുക്ക് തന്നിരിക്കുന്ന ഡയമെൻഷൻസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് അടയാളപ്പെടുത്തണം കേട്ടോ. അപ്പൊ ഇത് ഡയമീറ്റർ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 550 എഴുതണം. അപ്പോൾ ഇത് ഡയമീറ്റർ അറിയണമെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ഇതിനെ 530 എഴുതണം. 5 മീൻസ് അതിന്റെ ഡയമീറ്റർ ആണ് ഈ കാണിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ എഴുതുക? അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്നുകൂടെ പെട്ടെന്ന് പറയാം. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മളോട് പറഞ്ഞിരിക്കുന്ന മെഷർമെന്റുകളെല്ലാം നോക്കിയിട്ട് അവസാനം വരെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ബേസിക്സ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ്, അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ. ഈ പ്ലെയിൻ നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. ഇത് നമ്മുടെ മനസ്സിൽ വേണം. എന്നിട്ട് ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കുമ്പോൾ അതിന്റെ ബേസും ടോപ്പും വരച്ച ശേഷം അവിടുന്ന് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് എല്ലാം പ്രൊജക്ഷൻ വരയ്ക്കുന്നത്. താങ്ക് യു.